നിങ്ങൾ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ എന്താ പച്ചവായ്ക്കും മുരിങ്ങക്കായും കുമ്പളങ്ങിയും പരിപ്പൊക്കെ പാടെ കൂട്ടിച്ചൊരു ചാറും ഒക്കെ ഉള്ള പരിപാടിയാണ്. ഞായറാഴ്ച നമ്മളെ കൂട്ടുകാരെ അനിയപ്പാടെ കുട്ടികളെ കല്യാണം. കല്യാണത്തിന് നമ്മൾ പോയി. കല്യാണം കുറ്റിപ്പുറം മൂടാലുള്ള മണ്ഡപത്തിലായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു, നേരെ കടപ്പുറം കാണാൻ വേണ്ടിയിട്ട് പൊന്നാനി കടപ്പുറത്തേക്ക് പോയി. കുട്ടികളും ഒക്കെ കടപ്പുറം കണ്ടു. പിന്നെ അവിടുന്ന് നേരെ മീൻ വരുന്നിടത്ത് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ മീനിന് ഭയങ്കര വിലയാണ്. കടലിൽ വളർന്നത് കാരണം ബോട്ട് കൂടുതൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നേരെ കുടിക്കണ് തിരിച്ചു. കുടിക്കണ എത്തിയപ്പോഴാണ് ഓട് പറഞ്ഞത് എന്നെ കൊണ്ടൊന്നും കജ്ജുലങ്ങൾക്ക് എന്താ വേണ്ടിച്ച് ഉണ്ടാക്കിക്കൊള്ളുന്നത്. കൂടുതലും ചിന്തിച്ചാൽ ഞാൻ 2 പച്ചവായ്ക്കും അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങക്കായും കുമ്പളങ്ങിയും ഒക്കെ പാടെ കൂട്ടിച്ചൊരു ചാറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പച്ചവായ്ക്ക തോലോ കളഞ്ഞു. മുരിങ്ങക്കായ തോലെത്തിയിട്ട് ഏകദേശം ഒരു 1.5 വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അതും മാറ്റി വെച്ചു. പച്ചവായ്ക്ക 1.5 വലുപ്പത്തിൽ കട്ടിച്ചിട്ട് നേരെ മഞ്ഞളത്തിട്ട് വെച്ചു. എന്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. കഞ്ഞളത്തിലിട്ട് വെച്ചാലും കുഴപ്പമില്ല, നേരെ ചൂട് മതി എന്ന് മാത്രം. പിന്നെ അതിലേക്ക് ആവശ്യമായ പച്ചമുളക് എടുത്തു. പച്ചമുളക് നടുവ് കുരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. കുന്നമായിക്കട്ടെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മളെ തൊടു തന്നെ ഉണ്ടായതാണ്. ഉള്ളി ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, സാമ്പാറിന് കട്ടിക്കുന്ന മാതിരി കട്ടി. അതുപോലെ തന്നെ നല്ല പോത്ത തക്കാളി ഇതേമാതിരി കട്ടി. അങ്ങോട്ട് എന്ത് ചെയ്തു, കുമ്പളങ്ങ ഞാൻ തൊലി കളഞ്ഞ് ചോറ് കളഞ്ഞിട്ട് നേരം ചെയ്തു 1/2 കനത്തിൽ കട്ടി അവിടെ മാറ്റി വെച്ചു. ഇതിന്റെ ഇടയിൽ ഞാൻ സാമ്പാർ പരിപ്പ് തിരിച്ച് കത്തിച്ച് അടുപ്പത്ത് വെച്ചുകൊണ്ട് അത് 2 വിസിലടിച്ച പരിപ്പ്. അപ്പോൾ നമ്മളെ പച്ചക്കറി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായി മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. പരിപ്പത്തിന് 2 വിസിലൊക്കെ അടിച്ച് അതിന്റെ ആവിയൊക്കെ കളഞ്ഞ് പരിപ്പ് ഏകദേശം വേവ് ശരിയാക്കണം. ഇനി എന്താക്കി നമ്മളെ പച്ചക്കറി ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണ്. വീണ്ടും ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കുക്കർ നേരെ അടുപ്പത്ത് കയറ്റി 2 വിസിലടിച്ച് നമ്മളെ പച്ചക്കറി ഇടും. അപ്പോൾ അതിന് നമ്മൾ എന്തുവാണ്, അതിലേക്ക് ഒരു തേങ്ങ ചിരകണം. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി സെറ്റാക്കി വെച്ചപ്പോൾ നമ്മളെ പച്ചക്കറി വേവായി. അതിന്റെ മൂടിയൊക്കെ തുറന്ന് ആവി കളഞ്ഞ ശേഷം അതിലേക്ക് മുരിങ്ങക്കായിട്ട് നേരെ അടുപ്പത്ത് കയറ്റി തിജ്ജനെ കൂട്ടി വെച്ചു. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, തേങ്ങയും അതുപോലെ തന്നെ ജീരകം പാടെ കൂട്ടിനെ അരച്ചിട്ട് നേരെ ദിൽക്കണ് പാർന്നു. മിക്സർ ജാറൊക്കെ ചുഴറ്റി പാർന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് ചൂടാറിയ ശേഷം അതിലേക്ക് കുറച്ച് മോരും പറഞ്ഞു. അടുത്ത പരിപാടി കടുപ്പൊട്ടിച്ച് തൂമിച്ചു. അങ്ങനെ ഞാൻ എണ്ണക്ക് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ 501 വലിയ കടുകയിൽ, സാമ്പത്തികം അല്ലെങ്കിൽ ഇടത്തരായി കടുക് ഒരു സ്പൂൺ കൊടുക്കുക. അതിലേക്ക് ഒരു 21 വേപ്പിഞ്ചിലിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് താളിച്ചതിന് ശേഷം നേരെ അതിലേക്കാണ് പാല് നന്നായിട്ട് കൂട്ടി യോജിക്കും. ഇപ്പൊ നമ്മളെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓളെ കോയക്കും തളർച്ച കഴിഞ്ഞ് വന്നപ്പോൾ കറി ഇവിടെ നമ്മൾ റെഡിയാക്കി. അത് കണ്ടപ്പോൾ ഓൾക്കും വലിയ സന്തോഷം. ഇനി ഓൾക്ക് വെജാറുണ്ട് ഒരു ഭാഗത്ത് പോയി കടന്നാലും കുടിയിലെല്ലാം പണിയെടുക്കുക. അതിന് ഇച്ചൊരു മാനക്കേടും ഇല്ല. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.